ഹായ് ജയ് ആസ്പിറൻസ്. സോ നമ്മുടെ ഫേസ് 2 പ്രിപ്പറേഷൻസിലാണ് നിങ്ങളെന്ന് അറിയാം. സോ ഫേസ് 1 എക്സാം എല്ലാം കഴിഞ്ഞു. ഫേസ് 1ൻ്റെ പെർസെൻറ്റേജ് സ്കോറുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം അവിടെ കാര്യമായി നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഫേസ് 2 കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഡ്വാൻസ്ഡ് എക്സാമും അതേപോലെ തന്നെ ജോസയുടെ കൗൺസിലിങ്ങുമാണ്. സോ ജോസ കൗൺസിലിംഗ് ഒക്കെ പറയുമ്പോൾ NIT, IIT ഈ പറഞ്ഞ പോലെ IITസിലേക്കുള്ള അഡ്മിഷൻസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം മിനിമം നമ്മളൊരു NITയിലെങ്കിലും നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ JEE മെയിൻസിന് എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എന്നൊക്കെ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എത്ര മാർക്ക് ഞാൻ സ്കോർ ചെയ്യണം. അപ്പോൾ നമ്മളൊക്കെ ഇനി ഒരു മോക്ക് എഴുതുന്ന ടൈമൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഒരു NIT അല്ലെങ്കിൽ അത് ഉയർന്നൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് തന്നെയായിരിക്കും ആഗ്രഹം. സോ ആ ഒരു അവസ്ഥയിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഡാറ്റാ ബേസിൽ പറയാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 2024 മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജ് എന്നുള്ളൊരു ഡാറ്റാസിൻ്റെ അവൈലബിലിറ്റി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം പ്രെഡിക്റ്റ് ചെയ്യാം. അതായത് ഓൺ ആൻ ആവറേജ് ആണ്. അതായത് നിങ്ങൾ ഇത്ര തന്നെ സ്കോർ ചെയ്യണമെന്നല്ല, എപ്പോഴും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സ്കോറിൻ്റെ ഉയർന്ന സ്കോറിലേക്ക് എപ്പോഴും എത്താൻ ശ്രമിക്കുക. പക്ഷെ എന്നാൽ പോലും സെറ്റ് ചെയ്യുന്ന സ്കോർ എത്രയാണെന്നൊരു മിനിമം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു മോക്ക് ടെസ്റ്റിനൊക്കെ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് എനിക്ക് എങ്ങനെയെങ്കിലും ആ സ്കോറിലേക്ക് എത്തണം എന്ന രീതിയിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് കയറാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 2024 നമുക്ക് 2025 ഇപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് അതിൻ്റെ ഡാറ്റാസ് അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പം എന്നാലും കാര്യമായ മാറ്റങ്ങൾ നമ്മൾ ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല, കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുമില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 2024 ജനുവരി ഷിഫ്റ്റ് എടുത്തു എന്ന് വിചാരിക്കുക. സോ അവിടെ നമുക്കറിയാം ഒരു മിനിമം ഒരു NITയിലേക്ക് കയറണമെങ്കിൽ നല്ലൊരു ബ്രാഞ്ചാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 98% എബോവ് നിങ്ങൾക്ക് സ്കോർ വേണം. ഫോർ എക്സാമ്പിൾ 98.5% എബോവ് സ്കോർ വേണം. കോമ്പറ്റീഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ബേസിലായിരിക്കും ഇപ്പം നല്ലൊരു ബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിലവിൽ കോമ്പറ്റീഷൻ ഉള്ള ബ്രാഞ്ച് എന്ന രീതിയിലാണെങ്കിൽ നമുക്കൊരു 98.5% എബോവ് നമുക്ക് കയറേണ്ടി വരും. അതേസമയം അവിടെ തന്നെയുള്ള അത്ര കോമ്പറ്റീറ്റീവ് അല്ലാത്ത ബ്രാഞ്ചുകൾ നോക്കിയാൽ പോലും നമുക്ക് ഉയർന്ന NITസിലൊക്കെ ഒരു 97.3 എബോവ് അല്ലെങ്കിൽ 97% എബോവ് ഒക്കെ നമ്മൾ എയിം ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര സ്കോർ ചെയ്യണം എന്നൊരു കാര്യം കൂടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്കറിയാം ഇത്ര ഷിഫ്റ്റുകളിലൂടെയാണ് രാവിലെ ഉച്ചയ്ക്കും അടക്കമുള്ള ഒരു 5 ദിവസങ്ങളിൽ നടക്കുന്ന ഷിഫ്റ്റുകളിലൂടെയാണ് JEEയുടെ പരീക്ഷ നടക്കുന്നതെന്ന് അറിയാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 99% സ്കോർ ചെയ്തു. ഇപ്പോൾ 99% എന്ന് പറയുമ്പോൾ തന്നെ 99.1, 99.2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ മുകളിലേക്ക് വരുന്നതാണ്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് പോകാതെ 99% എന്ന് പറയുമ്പം പല ഷിഫ്റ്റുകളിലും സ്കോർ വേരി ചെയ്യുന്നത് ഒരു 230ക്കും 199നും ഇടയിലാണ്, അല്ലെങ്കിൽ ഒരു 200നും ഇടയിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങളുടെ മാർക്കൊരു ഇതും പക്ക ഷിഫ്റ്റ് ബേസ്ഡ് ആയിരിക്കും കേട്ടോ. ഷിഫ്റ്റിൻ്റെ ഇതനുസരിച്ച് ഇവിടെ വേരിയേഷൻ ഉണ്ടാകും ഉറപ്പായിട്ടും. ഹാർഡ് ഷിഫ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു 195ലേക്കൊക്കെ സ്കോർ മാറാം. അതേസമയം കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഷിഫ്റ്റുകളാണെങ്കിൽ ചിലപ്പം സ്കോർ 99% എന്ന് പറയുന്നത് 235, 236 മുകളിലേക്കൊക്കെ പോയി എന്നൊക്കെ വരാം. അപ്പം ഈ ഒരു റേഞ്ചിലാണ് ഒരു 230 to 199 അല്ലെങ്കിൽ 200 റേഞ്ചിലാണ് ശരിക്കും നമ്മുടെ 99% ലൈ ചെയ്യുന്നത്. അതേസമയം നമ്മൾ 98.5 ഒന്ന് ക്ലോസിൽ അനലൈസ് ചെയ്താൽ പല ഷിഫ്റ്റുകളിലുമായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് അത് വായിക്കാം. 223 വരുന്നുണ്ട് ചില ഷിഫ്റ്റിൽ, 98.5, 196, 190, 199, ചില ഷിഫ്റ്റിൽ 179 മാർക്സ് വന്നിട്ടുണ്ട്, 158 മാർക്ക് വന്നിട്ടുണ്ട്, 138 മാർക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ 98.5 എന്ന് പറയാൻ നമുക്കൊരു 160 എബോവ്, 160 അല്ലെങ്കിൽ ഒരു 165 എബോവ് എന്നൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് 98.5ലേക്ക് നമുക്ക് പോകാം. സോ 98.5 ആണെങ്കിൽ ഒരു 160 എബോവ്, 99 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 195 എബോവ്, അങ്ങനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. 195 എബോവ്. ഇനി 98 പക്ക 98 ആണെങ്കിൽ നമുക്കൊരു 155 എബോവ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. 97.5 ആണെങ്കിൽ നമുക്കൊരു 150 എബോവ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മിനിമം കട്ട് ഓഫ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. കാരണം ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നത് നമുക്ക് പല മോക്ക് എക്സാംസ് എഴുതുമ്പം നമ്മുടെ സ്കോർ ഏതിൻ്റെ ഇടം നിൽക്കണം. അല്ലെങ്കിൽ പലരും കണ്ടിട്ടുണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്രം അറ്റൻഡ് ചെയ്ത് മാത്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി വെക്കുക എന്നുള്ളത്. അപ്പം അത് എങ്ങനെ ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു മാർക്കിലേക്ക് എത്താൻ ഞാൻ മാത്സിൽ എത്ര അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ എയിം ചെയ്യുന്നത് എനിക്കൊരു 200-നടുത്താണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എയിം ചെയ്യുന്നത് എനിക്കൊരു 170 കിട്ടും എന്നുള്ള രീതിയിലാണ്. ആ ഒരു രീതിയിൽ വരണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മിനിമം ആ ഒരു റേഞ്ച് അറിഞ്ഞിരിക്കണം. സോ നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് എപ്പോഴും ഉയർന്ന മാർക്കുകൾ തന്നെ ആയിരിക്കണം. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും എയിം ചെയ്യേണ്ടത് ഒരു 97.5% എബോവ് എന്നുള്ള രീതിയിൽ മാക്സിമം നോക്കുക. അപ്പം അത് ഒരു ബെഞ്ച് മാർക്കായിട്ട് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ എയിം 97.5 ഒന്നുമല്ല, 99.99 ഒക്കെ ആയിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും എയിം. അങ്ങനെ തന്നെ ഉറപ്പായിട്ടും 100% തന്നെ നമുക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്.
എന്നാൽ പോലും നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് മുകളിലേക്ക് എപ്പോഴും ഞാൻ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം, ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം, അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയം അതിന് വേണ്ടി തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി നമ്മൾ 99-ൽ തന്നെ 99 എബോവ് പെർസെൻറ്റേജ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ 99.1% വന്നു കഴിഞ്ഞാൽ പല ഷിഫ്റ്റുകളിലും അതൊരു 200-നും 210-നും ഇടയിൽ വന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം 170 വരെ ലോവറായി വന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പല ഷിഫ്റ്റുകൾക്കനുസരിച്ച് മാറിയിട്ടുണ്ട്. പിന്നെ 99.99%ലേക്ക് വന്നു കഴിയുമ്പം ഏകദേശം എല്ലാം ഒരു 230 എബോവ് ആണ് എല്ലാ ഷിഫ്റ്റുകളിലും. 99.99% അല്ലെങ്കിൽ 99.9%ലേക്ക് വന്നപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, പല ഷിഫ്റ്റുകളിൽ പല വേരിയേഷൻസ് ആണ്, അതനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക, അതിൻ്റെ രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാകും എത്രത്തോളം ഡിഫിക്കൽട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം ഈസിയർ ആണ്. സോ എനിക്കിത് ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് നോക്കുമ്പം ഓക്കെ, ഷിഫ്റ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഈസിയർ, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ സ്കോർ ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മോക്ക് എക്സാംസിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ മോക്ക് എക്സാംസ് എഴുതുക, ഗ്രാൻഡ് ടെസ്റ്റുകൾ എഴുതുക, GIBs എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.